ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആറാട്ടണ്ണൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ സന്തോഷ് വർക്കി ഇപ്പോൾ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ശ്രീധത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് കാലങ്ങളായി നിങ്ങൾ കണ്ടാൽ സിനിമാ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കോമാളിത്തരങ്ങൾ കളിച്ചുകൊണ്ട് നമ്മുടെ മലയാളികളുടെ മുമ്പിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു കോമാളി താരമാണ് നമ്മുടെ സന്തോഷ് വർക്കി എന്നറിയപ്പെടുന്ന ഈ ആറാട്ടണ്ണൻ. കുറച്ചു കാലമായി അദ്ദേഹം ആർക്കെതിരെയും എന്തും പറയാമെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നമുക്ക് കേട്ടതാണ്. അതുപോലെ തന്നെ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും എല്ലാം വളരെ മോശകരമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു താരമാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ. നമുക്ക് ആദ്യമായി ആ വാർത്തകളൊന്ന് കേട്ടിട്ട് വരാം. അറിയപ്പെടുന്ന സന്തോഷ് വർക്കി പോലീസ് കസ്റ്റഡിയിൽ. നടിമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് നടപടി. വിശദാംശങ്ങൾ വൈശാഖ് കോമാട്ട് നൽകും. വൈശാഖ, എന്തൊക്കെ പരാതികൾ, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഈ സന്തോഷ് വർക്കി ഇത്തരത്തിലൊരു പരാമർശം, മോശപ്പെട്ട പരാമർശം, അത് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു പരാമർശം കൂടിയാണ്. അപ്പോൾ അത് അത്തരത്തിലൊരു പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പല നടിമാർ ഇതിനുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ നോർത്ത് പോലീസിൽ നടപടി ഉണ്ടായിട്ടുള്ളത് നടി അൻസിബ നൽകിയിട്ടുള്ള പരാതിയിലാണ്. ഈ ഒരു പരാമർശത്തിന് ശേഷം അമ്മയുടെ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അൻസിബയുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോർത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ജാമ്യം ലഭിക്കാൻ നേരത്തെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ വകുപ്പുകൾ തന്നെയാണ് ഈ ഒരു കേസിലും സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. BNS പ്രകാരമുള്ള 75(1)(4) അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരും. BNS വന്നതിന് ശേഷം അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലും അത്തരത്തിൽ ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്നുള്ളതാണ് പുതിയ BNS പ്രകാരം. അപ്പോൾ അതിലെ 75(1)(4), 75(3), 79 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത്. ഇതിന് പുറമെ ഇൻഫർമേഷൻ IT ആക്ടിലെ വകുപ്പും ഒപ്പം തന്നെ കേരള പോലീസ് ആക്ടിലെ 120 എന്ന് പറയുന്ന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. നിലവിൽ സെൻട്രൽ പോലീസിലെ സ്ക്വാഡാണ്, SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഇയാളുടെ വീട്ടിൽ, ഇവിടെ പാലാരിവട്ടത്തുള്ള വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രീധത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ തീർച്ചയായിട്ടും അത് കോടതി വളരെ കാര്യമായ രീതിയിൽ പരിഗണിച്ചു എന്ന് വേണം പറയാൻ. ശ്രീധത്തെ അപമാനിച്ചതിനായതിനാൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഏകദേശം നമ്മുടെ ബോച്ചെ പണ്ട് ശ്രീധത്തെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് ജാമ്യം നിശ്ചയിച്ച് അദ്ദേഹത്തെ ജയിലടച്ച അതേ വകുപ്പുകൾ തന്നെയാണ് അപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. നമ്മുടെ അമ്മ സംഘടനയിൽപ്പെട്ട അൻസിബ എന്ന് പറയുന്ന നടി നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാലമായി ഒരുപാട് സ്ത്രീകൾക്കെതിരെ, സിനിമയിൽ നടിമാർക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് യാതൊരു മടിയുമില്ലാതെ വളരെ മെച്ചമായ രീതിയിൽ ഒരുപാട് റിവ്യൂകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒരുപാട് ചീത്തയും അതുപോലെ തന്നെ ഹാസ്യവും എല്ലാം കവർന്ന രീതിയിൽ ഓരോ കോമാളിത്തരങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് താരങ്ങളാണ് ഈ സന്തോഷ് വർക്കി, അതുപോലെ തന്നെ പെരേര എന്നൊക്കെ പറയുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. സിനിമ റിലീസാവുന്ന ദിവസം തന്നെ ആ സിനിമയെക്കുറിച്ച് വളരെ മോശകരമായ കമൻറ്റുകൾ ഒരുപാട് തവണ പറഞ്ഞതിൻ്റെ പേരിൽ ഫാൻസുകാരുടെ ഇടയിൽ നിന്ന് അടിച്ചു കിട്ടി ഓടിയ ചരിത്രം വരെ ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ടൊന്നും അദ്ദേഹം പഠിച്ചില്ല. അതിനുശേഷം ഒരുപാട് നടിമാരെ തനിക്ക് വിവാഹം കഴിക്കണമെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ചെറിയ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അതും ശ്രീധത്തെ അപമാനിക്കുന്ന രീതിയിൽ എല്ലാ നടിമാരെയും ആക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ കൊള്ളുന്ന ഒരു അഭിപ്രായമല്ല. എല്ലാ നടിമാരും മോശകരമാണ്, അവർക്ക് തൊഴിൽ മോശകരമാണ് എന്ന രീതിയിലാണ് അവർ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. അതിനെതിരെയാണ് ഇപ്പോൾ നടി എന്ന് പറയുന്ന നടിമാരുടെ സംഘടനയായ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോൾ അതിൽ മുൻകൈ എടുത്തുകൊണ്ട് ഈ നടനെതിരെ പരാതി കൊടുക്കുന്നതും അതുപോലെ തന്നെ പോലീസ് അതിനുള്ള ആക്ഷൻ ക്യുക്കായി തന്നെ എടുക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു നടപടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് ഏതൊരു തൊഴിലാട്ടെ, സിനിമാ മേഖല എന്നുള്ളതല്ല, ഏതൊരു തൊഴിലായാലും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ തൊഴിലിനോടുള്ള ഒരു തീർച്ചയായിട്ടും ഒരു മേന്മയും അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു പ്രിവിലേജും ഏതൊരു ജോലിക്കും ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് കൊണ്ടൊന്നും ആ പ്രിവിലേജ് നഷ്ടപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടക്കി ആക്ഷേപിക്കാനുള്ള ഒരു പവറൊന്നും ആരും തന്നെ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് സിനിമയെ വിമർശിക്കാം, സിനിമയിൽ പോയി റിവ്യൂ എടുക്കാം, അതൊന്നും കോടതി യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നടിമാർ മൊത്തം മോശകരമാണെന്നുള്ള അദ്ദേഹത്തെ ഒരു അഭിപ്രായത്തോട് കേരളത്തിലെ ഒരു ആൾക്കാർക്കും യോജിക്കാൻ വേണ്ടി സാധ്യതയില്ല. എന്നായാലും
ഇത് റിവ്യൂ പറയുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വളരെ മോശകരമായ രീതിയിൽ അഭിപ്രായം നടത്തുന്നവർക്കുമുള്ള ഒരു മുന്നറിയിപ്പായി നമുക്കതിനെ കാണാവുന്നതാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് സ്ത്രീയുടെ മാനത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വകുപ്പുകളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കേസെടുത്തിട്ടുള്ളത് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ഒരുപാട് പേർ നല്ല രീതിയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല. അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഡിഫാൾട്ടുകൾ, അത് ഏതൊരു മേഖലയിലായാലും നല്ലതും ചീത്തയും തീർച്ചയായിട്ടും ഉണ്ടാവും. അത് തുറന്നു കാണിക്കുന്നതിന് പകരം എല്ലാവരെയും ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത് ആർക്കും താല്പര്യമില്ലാത്ത, എന്നാൽ ആരും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇദ്ദേഹത്തെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളതും ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്തുള്ള സിനിമയിൽ പോലും ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കുകയും അവരെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് സിനിമാക്കാർ തന്നെയാണ്. അത്തരം സിനിമാക്കാർ തന്നെയാണ് ഇതുപോലെയുള്ള മനുഷ്യന്മാരെ എല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. അവരെ വെച്ചുകൊണ്ട് സിനിമയ്ക്ക് എങ്ങനെ പ്രൊമോഷൻ ഉണ്ടാക്കാം, സിനിമ എങ്ങനെ ഹിറ്റാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആദ്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആൾക്കാരെ വിളിക്കുകയും നാളെ നമ്മുടെ പടം ഇറങ്ങുന്നുണ്ട്, അതിനെ തീർച്ചയായും നല്ല റിവ്യൂ പറയണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചതിന് ശേഷം ചാടി പുറപ്പെട്ട് സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ റിവ്യൂ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. അടി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ആ പരിപാടി നിർത്തിയത്. അതുപോലെ തന്നെ ഈ പരിപാടിയും ഇതോടുകൂടി നിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രീതത്തെ മാത്രമല്ല എല്ലാവരെയും, മതത്തെയും എല്ലാം അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു കടിഞ്ഞാണ് കോടതി ഇട്ടത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആറാട്ടണ്ണൻ ഇപ്പോൾ ആറാടുകയാണ് ഗൈസ്, ആറാടുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജയിലാണ് എന്ന് മാത്രമാണുള്ളത്. അവിടെ നിന്നും അദ്ദേഹം ആറാടുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഒരു ഡയലോഗാണ് അത്. അതുകൊണ്ടാണ് അത് പറയാനുള്ളൊരു കാരണം. അദ്ദേഹം മോഹൻലാലിനെ പറ്റിയും ഇതിന് മുന്നേ വളരെ മത്സരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളുടെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അന്ന് ആരും അതിനെതിരെ യാതൊരു പ്രതികരണവും നടത്തിയിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിനൊരു വളം വെച്ച് കിട്ടിയത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഫുൾ സ്റ്റോപ്പ് നമ്മുടെ കോടതി തന്നെ ഇട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.